നമ്മുടെ കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധതയും കാര്യപ്പിടിപ്പും ഉത്തരവാദിത്വവും ഉണ്ടാകാനുള്ള കുറച്ച് ടിപ്സ് നമ്മൾ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കുട്ടികൾ കൊച്ചുകുട്ടിയാണെങ്കിലും മുതിർന്ന കുട്ടികളാണെങ്കിലും അവരുടെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു പ്രധാന ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെ കൂടി അഭിപ്രായം ആരായണം. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അവരൊരു വ്യക്തിയാണെന്ന് നമ്മൾ അംഗീകരിച്ചു എന്ന തോന്നൽ അവർക്കുണ്ടാകും. അത് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. അച്ഛനമ്മമാരുടെ ജോലി എന്താണ്, അവരതിനെടുക്കുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ട്, അവരുടെ വരുമാനം എത്രയാണ് എന്ന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു ദിവസമെങ്കിലും നിങ്ങൾ കുട്ടികളെ കൂടെ ജോലി സ്ഥലത്ത് കൊണ്ടുപോവുക. കൂലിപ്പണിക്കാരനാണെങ്കിൽ അവരുടെ മക്കളെ നിങ്ങൾ ജോലി സ്ഥലത്ത് കൊണ്ടുപോകണം. നിങ്ങളുടെ കഷ്ടപ്പാട് മക്കൾ അറിഞ്ഞു വളരട്ടെ. ബാങ്കുകൾ, പഞ്ചായത്ത്, വില്ലേജ്, കൃഷി ഓഫീസ്, പോസ്റ്റ് ഓഫീസ് ഇവിടെയൊക്കെ നിങ്ങൾ പോകുമ്പോൾ കുട്ടികളെ കൂടെ കൊണ്ടുപോകണം. അവരെ കൊണ്ട് അപേക്ഷകളും ഫോമുകളും ഫില്ല് ചെയ്യിപ്പിക്കുക. ഒരു മാസത്തെ വരവ് ചെലവ് കണക്കുകൾ വീട്ടിൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരെ കൊച്ചുകുട്ടിയായി കണക്കാക്കരുത്. അതോടൊപ്പം തന്നെ വീട്ടിലെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, കരമടയ്ക്കുന്നത് ഒക്കെ നമ്മൾ പോകുമ്പോൾ ഓഫീസിൽ കൊച്ചുകുട്ടികളാണെങ്കിൽ കുട്ടികളെ കൂടി നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. അതല്ല മുതിർന്ന കുട്ടികളാണെങ്കിൽ ആ ഉത്തരവാദിത്വം നിങ്ങൾ കുട്ടികളെ ഏൽപ്പിക്കണം. പോയി അടച്ചിട്ട് വരാൻ പറയണം. ചെറുപ്പം മുതലേ നിങ്ങളുടെ വീട്ടുജോലികളിൽ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തണം. അതിപ്പോൾ കടയിൽ പോകാനാണെങ്കിലും മുറ്റത്തൊരു തൈ വയ്ക്കാനാണെങ്കിലും അടുക്കളയിലെ ജോലി ചെയ്യുന്നതിനാണെങ്കിലും നിങ്ങൾ കുട്ടികളെ കൂടെ കൂട്ടണം. ചെറുപ്പം മുതൽക്കേ കുട്ടികളുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യണം. ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. സമകാലിക സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. പത്രവാർത്തകൾ അതിനൊരു പ്രധാന വിഷയമാകണം. ജോലി കഴിഞ്ഞ് അച്ഛനും അമ്മയും വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കാനും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഇത് മാത്രമല്ല, കുട്ടികളുടെ അവകാശമാണ് മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും. അതും നമ്മൾ കൊടുത്തിരിക്കണം.